നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പൈൽ റീഡിംഗ് ആണ്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. അതായത് നിങ്ങളോടാണോ തേർഡ് പാർട്ടിയോടാണോ പേഴ്സണ് ഏറ്റവും കൂടുതൽ ഫീലിങ്സ് ഉള്ളത്, അതുപോലെ ഇഷ്ടമുള്ളത്, ഏത് റിലേഷൻഷിപ്പിലാണ് അവർ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് വാലിഡ് ആയി തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അതുപോലെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സെക്ഷനായിട്ട് എടുക്കാം. ആദ്യം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സണ് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് കാണണം. അതുപോലെ നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേംഡ് അല്ലാത്ത ആളുകൾ ഇത് കാണരുത്. കൺഫേംഡ് ആയ ആളുകൾ മാത്രമേ ഇത് ഇരുന്ന് കാണാം കേട്ടോ. ഓക്കെ, ബോട്ടം എനർജി വന്നിട്ടുള്ളത് 6 ഓഫ് കപ്സ് ആണ്. ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്നും ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയതിൽ ഭയങ്കരമായിട്ട് അവർ വിഷമത്തിലാണ്, അല്ലെങ്കിൽ നന്നായിട്ട് ഇവർ സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒരു കാര്യത്തിലും സന്തോഷിക്കാൻ പറ്റാതെ, സത്യം പറഞ്ഞാൽ അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതായത് ഹാപ്പി മൊമെൻറ്റ്സ് അവരുടെ ലൈഫിലുണ്ട്. പക്ഷെ അതിലൊന്നും അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ എന്തോ ഒരു മിസ്സിങ് എനർജിയിലാണ് അവരിയ്ക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു നോ കോണ്ടാക്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ സിറ്റുവേഷൻ അവരത്രയും പെയിൻഫുൾ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ ചുറ്റിനും എന്തൊക്കെ സന്തോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്തോ ഒരു ശൂന്യത അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണിക്കുന്നത് ഒരു നഷ്ടബോധം, അല്ലെങ്കിൽ അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ, നിങ്ങളിൽ നിന്നുള്ള ആ ഒരു സ്നേഹം, ആ ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ആ കെയർ എല്ലാം ഇവർ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു വിഷമാണ് അവർക്കുള്ളത്. അതായത് നിങ്ങളെപ്പോലെ ഉള്ളൊരു പേഴ്സൻ്റെ കയ്യിൽ നിന്നുള്ള ആ ഒരു സ്നേഹവും പ്രൊട്ടക്ഷനും സന്തോഷവും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം അവർ എന്തോ ഒരു ശൂന്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ, മാനസികമായിട്ടൊരു എന്തൊക്കെയോ നഷ്ടപ്പെട്ടൊരു ഫീലിങ്ങിലാണ് അവർ എപ്പോഴും ഉള്ളത്. അവർക്ക് അവരുടെ ലൈഫിൽ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് സന്തോഷത്തോടു കൂടി നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ 10 ഓഫ് വാൺസ് സോഴ്സ് ആണ് കാണിക്കുന്നത്. ഈ 10 ഓഫ് സോഴ്സ് എനർജി എന്ന് പറയുമ്പോൾ ഇവർ അത്രയും ഒരു പെയിൻ, അല്ലെങ്കിൽ മാനസികമായിട്ടൊരു തകർന്ന സിറ്റുവേഷൻ, മെൻ്റലി ഫിസിക്കലി എല്ലാം ഒരു തകർന്നൊരു സിറ്റുവേഷനാണ് അവരുടെ ഈ ഒരു സിറ്റുവേഷനിൽ കാണുന്നത്. അവരുടെ മനസ്സ് അത്രയും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് മാനസികമായിട്ട് ഒരു സന്തോഷമോ ഒരു സത്യം പറഞ്ഞാൽ ഒരു ഹാപ്പി ആയിട്ട് അവർക്ക് ആ ഒരു ലൈഫിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ദ ഹാങ്ഡ് മാൻ ആണ്. അവർ സ്റ്റെക്കാണ് ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു ലൈഫിൽ അവർ സ്റ്റെക്കാണ്. പക്ഷെ അവിടെ അവർക്ക് സ്റ്റെക്കാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവിടെ സന്തോഷിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവരുടെ മാനസികമായിട്ട് അവർ സ്റ്റെക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്നു, എന്നാൽ അവർക്ക് അവിടെ സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ടോട്ടൽ കാര്യം പറഞ്ഞാൽ അതാണ് അവിടുത്തെ അവസ്ഥ. അതുപോലെ ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, മനസ്സിനകത്ത് അത്രയും സ്നേഹമുണ്ട്, നിങ്ങളോടുള്ള ഒരു അത്രയും ഒരു മാനസികമായിട്ടുള്ള ഒരു കണക്ഷൻ, ഇമോഷണൽ കണക്ഷൻ ഒക്കെ നിങ്ങളോടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ
നയൻ ഓഫ് വാൺസ് എനർജിയാണ് അവർക്ക്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ സത്യം പറഞ്ഞാൽ പേടിച്ച് നിൽക്കുന്ന പോലെയാണ് അവർക്ക്. ഈ ഒരു റിലേഷൻഷിപ്പിൽ, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ പേടിച്ച് നിൽക്കുകയാണ്. അല്ലാതെ അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോട് യാതൊരു വിധത്തിലുള്ള ഇഷ്ടമോ സ്നേഹമോ ഒന്നും ഇവിടെ കാണുന്നില്ല. ഇവർക്ക് ഇവരുടെ സ്നേഹവും ഇഷ്ടവും കെയറും അതെല്ലാം നിങ്ങളോടാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ദ സ്റ്റാർ കാർഡാണ് ലാസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ബോട്ടം എനർജി വന്നിട്ടുള്ളത് സിക്സ് ഓഫ് കപ്സ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഒരു അത്രയും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, മുൻജന്മ ബന്ധമാണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും ആ ഒരു ബന്ധത്തിൻ്റെ ഒരു പുൾ, അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ അവർക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുകയാണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. 2-3 കാർഡ്സ് കൂടി നോക്കാം, ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് 2 കാർഡ് കൂടി എടുക്കാം കേട്ടോ. ഇവിടെ കാണിക്കുന്ന നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അവർക്ക് നഷ്ടപ്പെട്ടു. അവരിൽ നിന്ന് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു. അവർക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നു, അല്ലെങ്കിൽ അവർ മാനസികമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ അവർക്ക്, അത്രയും പ്രിയപ്പെട്ട ഒരു കണക്ഷൻ അവർക്ക് ഇല്ലാതായി എന്നുള്ളൊരു വിഷമത്തിൽ നിൽക്കുന്നതായിട്ടാണ്. അതുപോലെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ഒരു ചിന്ത അവർക്കുണ്ട്. അങ്ങനൊരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനൊരു തോട്ട് അവരിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ അവർ സത്യത്തിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ ഒരു സിറ്റുവേഷനാണ്. അതായത് നിങ്ങൾ ഇവരെ അത്രയും വിശ്വസിച്ച് നിന്നിരുന്ന സമയത്ത് അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയി. അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള വിഷമം അവരിപ്പോൾ ഈ ഒരു ലൈഫിൽ അവർ അനുഭവിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ വേൾഡ് കാർഡാണ്. അതായത് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, എന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. സിക്സ് ഓഫ് സോഡ്സ് ആണ് ബോട്ടം എനർജി വന്നിട്ടുള്ളത്. ഇവിടെ കാണിക്കുന്നത് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ, അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ പാരൻസ് ആയിരിക്കാം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവർക്ക് ഫാമിലി ഉണ്ടായിരിക്കാം, അവരൊരു ഫാമിലി മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി വുമൺ ആയിരിക്കാം. അപ്പോൾ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ കണ്ടോളൂ. അതല്ലെങ്കിൽ അവർക്ക് അവരുടെ അച്ഛൻ അമ്മ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർത്ത് നിൽക്കുന്നൊരു ആളുകളെ എന്ന് കരുതാം. അതല്ലെങ്കിൽ ഇവിടെ കൂടുതൽ ഒരു ഫാമിലി കാർഡാണ് വന്നുള്ളത്, 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു ഫാമിലി ആവാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ അതുപോലെ ബോട്ടം എനർജി വന്നിട്ടുള്ളത് 6 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഈ 6 ഓഫ് സോഡ്സ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അതായത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എന്നുള്ളതാണ്. അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ അവർക്ക് ഒരു ചീറ്റിംഗ് ആണ് നേരിടുന്നത്. ഇത് കണ്ടോ,
ഈ ഒരു ചീറ്റിംഗ് എനർജിയിലാണ് അവരുടെ ലൈഫിൽ ഒരു ചീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി ഇവിടെ ചീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ലവേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന തേർഡ് പാർട്ടി ഉണ്ടെന്ന് കൺഫേംഡ് ആയിട്ടുള്ള ആളുകൾക്ക് കേട്ടോ. അതുപോലെ അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ പല ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. അവർക്ക് നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല അവരുടെ റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പല ചോയ്സസ് ഉണ്ട് അവർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആണ്, അല്ലെങ്കിൽ പല റിലേഷൻഷിപ്പിലോട്ടും അവർ പോകുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കാം ഒരുപാട്, അങ്ങനെ കുറച്ച് ഫ്ലേർട്ടിംഗ് ആയിട്ട് നടക്കുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ ഇവർ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ദ ഡെവിൾ കാർഡാണ്. നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ നമ്മൾ നേരത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഫീലിങ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവർ സ്റ്റെക്ക് എനർജിയിലാണ്, സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അവർ ആ സ്റ്റെക്കായി നിൽക്കുന്നതിന് കാരണം ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയിൽ, അല്ലെങ്കിൽ ഒരുപാട് കൺട്രോൾ ചെയ്ത് ഈ പേഴ്സണെ നിർത്തുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതുപോലെ അവർ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് ഇത് ഈ റിലേഷൻഷിപ്പ് ഒന്ന് സ്ട്രെങ്തൻ ആക്കാൻ. നിങ്ങളുടെ പേഴ്സൺ പരമാവധി കോംപ്രമൈസ് ചെയ്ത് എങ്ങനെയെങ്കിലും മുൻപോട്ട് കൊണ്ടുപോകാം എന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ തേർഡ് പാർട്ടി ഇവരുമായിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് മാനസികമായിട്ട് ഒരു അകൽച്ച വെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും സന്തോഷത്തോടു കൂടിയല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇവരുടെ ഒരു കൺട്രോളിൽ നിർത്തുക. ഇവരുടെ ഇഷ്ടത്തിന് മാത്രം ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇഷ്ടത്തിന് മാത്രം നിങ്ങളുടെ പേഴ്സണെ, അവരുടെ ഇഷ്ടത്തിന് മാത്രം ഈ പേഴ്സൺ നിൽക്കണം എന്നുള്ളൊരു ചിന്ത, ഈ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ നിൽക്കണം എന്നുള്ള ചിന്ത ഈ തേർഡ് പാർട്ടിക്ക് ഉണ്ട്. അത് മാത്രമല്ല അവരുടെ ഒരു ഇഷ്ടം അവർക്ക് തോന്നുന്ന പോലെ, അവർക്ക് ഈ ലൈഫിൽ മറ്റ് പ്രയോറിറ്റീസ് ഉണ്ട്, അതിലോട്ട് ഇവരിങ്ങനെ പോകുന്നു. നിങ്ങളുടെ പേഴ്സണ് യാതൊരു വാല്യൂവും കൽപ്പിക്കാതെയാണ് ഈ ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണെ കാണുന്നത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അവരെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ നിർത്തിയിരിക്കുകയാണ്. അതുപോലെ യാതൊരു വിലയും കൽപ്പിക്കാതെ ഇവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇതെങ്ങനെയെങ്കിലും സ്ട്രെങ്തൻ ആക്കി കൊണ്ടുപോകാം എന്നൊക്കെ പരമാവധി ഒരു റിലേഷൻഷിപ്പിൽ അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു റിസൾട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. നിങ്ങളോട് പേഴ്സൺ എന്ത് ഫീലിങ്സ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അവരുടെ മെസ്സേജസ് എന്താണ് നിങ്ങളോട് എന്നുള്ളത് നോക്കാം. ടോട്ടൽ എനർജിയിൽ ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഹാപ്പി അല്ല എന്നുള്ളതാണ് കേട്ടോ. ഐ ലവ് യു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ അവർ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അവരിപ്പോൾ അത്രയും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബോണ്ട്, നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ള സമയം, സ്പേസ്, അവർക്ക് നിങ്ങൾ അത്രയും നിങ്ങൾ അവർക്ക് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർക്കറിയാം നിങ്ങളുടെ സ്നേഹമാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ മനസ്സിൻ്റെ ഒരു കോണിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട് എന്നുള്ളതാണ്. അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തന്നെയാണ് സ്നേഹിച്ചിരുന്നത് എന്നുള്ള റിയലൈസേഷൻ അവർക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, തിങ്കിങ് എന്നാണ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അവർ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത എല്ലാ മൊമെൻറ്റ്സും അവരുടെ മനസ്സിലോട്ട് വരികയാണ്. അതുപോലെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ റൊമാൻറ്റിക് പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അപ്പോഴൊക്കെ നിങ്ങളുടെ ഒരു ഓർമ്മകളാണ് അവരുടെ മനസ്സിലോട്ട് വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്തല്ലോ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളൊരു പേഴ്സൺ അവർക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഫോളോ യുവർ ബ്ലിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സന്തോഷത്തോടെ കൂടിയിരിക്കുക. അതായത് നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ആ ഒരു സമയത്ത് നമ്മളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവും, നമുക്ക് തമ്മിൽ ഒന്നിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഞാൻ ഈ പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ കാര്യത്തിലോട്ട് ഫോക്കസ്ഡ് ആവുക, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ളൊരു റിയൂണിയൻ ഉണ്ടാവുന്നത് എന്ന്. ഓക്കെ,
പ്രൊട്ടക്റ്റഡ് എന്നാണ് പറയുന്നത്. അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവർ ഓൾവേസ് നിങ്ങളെയും ഈ ഒരു സ്നേഹത്തെയും അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും ഒരു എന്താ പറയുക, പ്രഷ്യസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഹൃദയത്തിനകത്ത് അത്രയും തുളച്ചു കയറിയ ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നീഡ് യു എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു. നിങ്ങളാണ് അവരുടെ, അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് പാഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ക്രഷ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് അവർക്ക് എല്ലായ്പ്പോഴും സന്തോഷവും സ്നേഹവും ഒരു കംഫർട്ട് സോണാണ് നിങ്ങൾ എന്നുള്ളതാണ്. അവരുടെ ശരിക്കും നിങ്ങളാണ് അവരുടെ കംഫർട്ട് സോൺ എന്നാണ് പറയുന്നത്. നിങ്ങളാണ് അവർക്ക് അവരുടെ ഹീലിംഗ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടുള്ള എല്ലാ പെയിനും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ആ ഒരു പെയിനൊക്കെ അവർക്ക് മറികടക്കാൻ വേണ്ടി പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ശരിക്കും അവർക്ക് ഹീലിങ്ങിൻ്റെ ഒരു ആവശ്യമുള്ള ടൈമാണ്. കാരണം അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടും മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ടും നിൽക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങളിലേക്ക് വരണം, നിങ്ങളിൽ നിന്ന് ആ ഒരു ഹീലിംഗ് അവർക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ എല്ലാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് കൂടി നോക്കാം. ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയുന്നത് നോക്കാം നമുക്ക്. റിമൈൻ പോസിറ്റീവ് എന്നാണ്. നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അപ്പോഴാണ് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്കും അടുത്ത് അവരും നിങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്ത് വരുന്നൊരു ടൈമാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്നാൽ അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലോട്ട് ഇത് ശരിക്കും മാനിഫെസ്റ്റ് ആവുന്നത്. ഓക്കെ, ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ എത്രമാത്രം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊരു ഉറപ്പ് വേണം. ഈ പേഴ്സൺ എന്നെ വിട്ട് എവിടെയും പോവില്ല, അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും എന്നിലേക്ക് തിരിച്ച് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. ദർ ഈസ് സംതിങ് ബെറ്റർ. നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഒരു നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി പോകുന്നു. ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജൂലൈ, കാർത്തിക, 1994, 1996, പൂരുട്ടാതി, 1988, ജനുവരി, ലെറ്റർ ഇ, ലെറ്റർ യു, 1989, ലെറ്റർ ബി, ലെറ്റർ എം, ലെറ്റർ ഒ, ചതയം, ജൂൺ, പൂരാടം, ഫെബ്രുവരി, ഒക്ടോബർ, ഏപ്രിൽ, 1990, 1985, മൂലം. അപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.